വലിയ ത്യാഗം ചെയ്ത ഒരു രാജാവിൻ്റെ ഒരു ഓർമ്മയിലായിരിക്കുന്നത്. ക്രിസ്തുവും ഇതുകൊണ്ട് വലിയ ത്യാഗം ചെയ്ത ഒരു മനുഷ്യൻ. മഹാബലിയും വലിയ ത്യാഗം ചെയ്തതാണ്, ക്രിസ്തുവും വലിയ ത്യാഗം ചെയ്തത്. നമ്മളും വലിയ ത്യാഗങ്ങൾ ചെയ്യുവാൻ സന്നദ്ധരാകുന്നു. കഴിഞ്ഞ ദിവസം നമ്മുടെ കാരുണ്യഭവൻ എന്ന് പറയുന്ന ഒരു ഓൾഡേജ് ഹോമിൽ പോകുവാനായിട്ടിടയായി. ഇന്നത്തെ നമ്മുടെ കുഞ്ഞുങ്ങൾ വലിയ ത്യാഗം ചെയ്യുവാൻ സന്നദ്ധരല്ലാത്തത് കൊണ്ട് വാർദ്ധക്യത്തിലെത്തിയ മാതാപിതാക്കളെ സംരക്ഷിക്കുവാൻ ഇടമില്ലാതെ കെയർ ഹോമുകൾ തുടങ്ങി. നമ്മുടെ കാരുണ്യഭവനിലും അങ്ങനെ ഒരു കാര്യം തുടങ്ങി മുന്നോട്ട് പോവുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ടവരെ, മാതാപിതാക്കളോട് പറയാനുള്ളത് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി വലിയ ത്യാഗങ്ങൾ ചെയ്യുവാൻ സന്നദ്ധരാകും. കുഞ്ഞുങ്ങളോട് പറയുവാനുള്ളത് മാതാപിതാക്കൾക്ക് വേണ്ടി വലിയ ത്യാഗങ്ങൾ ചെയ്യുവാൻ തയ്യാറാകും. ഇതൊക്കെ ചെയ്യാതെ ഓണമോ ക്രിസ്മസോ ഈസ്റ്ററോ ഒക്കെ കൊണ്ടാടിയിട്ട് വലിയ കാര്യമില്ല. അതുകൊണ്ട് വലിയ ത്യാഗങ്ങൾ ചെയ്യുവാൻ നമുക്ക് ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ബഹുമാനപ്പെട്ട കെ സുധാകരൻ സാറിനെ ഞാൻ ആദ്യമായിട്ടാണ് പരിചയപ്പെടുന്നത് എങ്കിലും മുൻപൊക്കെ വളരെ കേട്ടിട്ടുണ്ട്, അറിഞ്ഞിട്ടുണ്ട്. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ നമുക്ക് വാർക്കുവാൻ മുന്തിരി തോപ്പുകൾ എന്ന സിനിമയ്ക്ക് ആധാരമായ നോവല്, അദ്ദേഹത്തിൻ്റെ നോവലിൽ നിന്ന് ഇൻസ്പിറേഷൻ എടുത്തിട്ടാണ് നമുക്ക് വാർക്കുവാൻ, നമുക്ക് ഗ്രാമങ്ങളിൽ പോയി വാർക്കാമെന്ന നോവലിൽ നിന്ന് ഇങ്ങനെ വന്നതാണ് നമുക്ക് വാർക്കുവാൻ മുന്തിരി തോപ്പുകൾ. അങ്ങനെ കുറച്ചധികം സിനിമകൾ അദ്ദേഹത്തിൻ്റെ നോവലിനെ ആസ്പദമാക്കി വന്നിട്ടുണ്ടെന്നാണ് എൻ്റെ പരിമിതമായ അറിവ്. നമ്മളുടെ കല്ലുമല ദേശത്തിലെ നമ്മുടെ സ്നേഹിതനും അയൽവാസിയും ഒക്കെയാണ്. കല്ലുമല ചാപ്പലിലേക്കും ഞാൻ എൻ്റെ മാർഗവുമായി സ്വാഗതം ചെയ്യുന്നു. എൻ്റെ അധ്യക്ഷ പ്രസംഗത്തിൽ വിരമിക്കുന്നു. നല്ലൊരു ഓണം കഴിഞ്ഞെങ്കിലും ഓണത്തിൻ്റെതായ ആശംസകൾ അറിയിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂൾ, നൂർ ബിഷപ്പ് വിദ്യാപീഠം കോളേജിന്, യൂണിവേഴ്സിറ്റി കോളേജ് തിരുവനന്തപുരം എന്നിവിടങ്ങളിലായിരുന്നു വിദ്യാഭ്യാസം. അസിസ്റ്റന്റ് ലൈബ്രറിയനായി സേവനമനുഷ്ഠിച്ചു. ഒരു ഞായറാഴ്ചയുടെ ഓർമ്മയ്ക്ക് നമുക്ക് ഗ്രാമങ്ങളിൽ ചെന്ന് രാമാത്മ, അവളെന്നും തനിയെ, വശീകരണ മന്ത്രം, രാത്രി വന്ന നിലാവും, ദീനമറിവ് എന്നിവ പ്രധാന കൃതികൾ. നമുക്ക് പാർക്കാൻ മുന്തിരി തോപ്പുകൾ, നീ എത്ര തടിയ എന്നീ സിനിമകൾക്കും കുതിരകൾ, ഏകകാലം, മനസ്സ്, പ്രകൃതി എന്ന ടീം സുധാകരൻ അവരുടെ ക്ഷണിച്ചു. അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ ഒരു ദിവസം പ്രവർത്തിക്കുന്ന കുറേ ആൾക്കാരുടെ കാരണം അങ്ങനെയല്ല കുഞ്ഞുങ്ങൾ ഏത് കാലഘട്ടത്തിലായാലും സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ അല്ലെങ്കിൽ കോളേജ് പഠിക്കുന്ന കുട്ടികൾ ആഗ്രഹിക്കുന്ന ചില സന്ദർഭങ്ങളാണ് ഓണം, ക്രിസ്മസ്. കാരണം ഓണത്തിന് 10 ദിവസം പഠിച്ചു തുടങ്ങി. ക്രിസ്മസിന് അതുപോലെ തന്നെ ക്രിസ്മസ് വരുമ്പോൾ ഒരു 10 ദിവസം നമുക്ക് സ്കൂളിൽ പോകേണ്ട, കോളേജിൽ പോകേണ്ട, ഭയങ്കര സന്തോഷമായിട്ട് ജീവിക്കും, അടിച്ചു പൊളിക്കാറുണ്ട്. വെക്കേഷൻ എന്ന് തീരുകയാണ്. നാളെ മുതൽ അതേപോലെ പുസ്തകമായിട്ട് സ്കൂളിലേക്ക് പോകണം, കോളേജിലേക്ക് പോകണം. അപ്പോൾ ഇന്ന് അവസാന ദിവസമാണ് ആഘോഷിക്കുന്നത്. ഞാനിവിടെ